ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട ഒരിക്കലും. അദ്ദേഹം 5 വർഷമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളൊരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയത് അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറേ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിൻ്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ജോലി സ്ഥലത്ത്, ഇപ്പോൾ രണ്ടുപേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. അവർ ഡിവോഴ്സായി. പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാമെന്നുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അപ്പോൾ ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറില്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിൻ്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരാണ്. ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ ഭാര്യയെ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്.
അതൊരു വലിയ ചോദ്യമാണ്. അത്ര എളുപ്പമല്ല. നമുക്ക് പറയാം, ചുമ്മാ ഒരു പൈങ്കിളിയായിട്ട് പറയാം, അത് പെട്ടെന്ന് ഈ സിനിമ കണ്ടിട്ട് തന്നെ 10 പേര് അവരുടെ തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഒരു മനസ്സിലൊരു തോട്ട് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ കൃതാർത്ഥനാണ്. ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് സത്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ. ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ്, 100% സത്യമാണ്. കള്ളം ഒന്നും ഒരിടത്തുമില്ല. ജീവിതത്തിലെ സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ്. ഒരു എന്റർടൈനർ ആക്കുന്നത് സിനിമ. ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ. അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു. ഇതേപോലുള്ള എക്സാക്ട് വിശ്വനാഥനായിരിക്കില്ല, അഡ്വക്കേറ്റ് ആയിരിക്കില്ല. അതേപോലെ എക്സാക്ട് പിന്നെ സഹദേവനായിരിക്കില്ല സേതു. അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നാലുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ധൈര്യസമേതം നമുക്ക് പറയാം.